നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണിയെ തുടർന്ന് ഇന്നലെ IT സെക്ടറിലും സ്റ്റീൽ സെക്ടറിലും ഉണ്ടായ ഫോളിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിൽ ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് ഇടിഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു പരിധി വരെ ഏകദേശം 180 പോയിന്റിന്റെ ഗെയിൻ നിഫ്റ്റി കാഴ്ചവെക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിലുണ്ടായ നല്ല പെർഫോമൻസ് ആണ്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2589.47 കോടി രൂപയുടെ സെൽ നമ്മുടെ മാർക്കറ്റിൽ നടത്തിയപ്പോൾ 5313.76 കോടി രൂപയുടെ ബൈ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ത്യ വിക്സിൽ ഇന്നലെയും ഉയർന്നതായി കാണുവാൻ സാധിച്ചു. 6.65% ഉയർന്ന് 17.15 എന്ന ലെവലിലാണ്. ഇന്നലെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. നല്ല ഒരു ഡേറ്റയാണ് വന്നത്. ഏപ്രിൽ 58.2 ആയിരുന്നു, അത് 58.3 എന്ന നിലയിലേക്ക് ഉയർന്നു. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാൻ സാധിക്കാവുന്നത്. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്സിന്റെയും അഭിപ്രായ പ്രകാരം ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു ചോപ്പി ട്രേഡിംഗ് സെക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഇടിയുകയാണെങ്കിൽ 24,380 എന്ന ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ 24,900 എന്ന റേഞ്ചിൽ നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 25,500 എന്ന സ്ട്രൈക്ക് കോൾ സൈഡിലും 24,000 എന്ന സ്ട്രൈക്ക് പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും ഇന്നലത്തെ സെയിം തന്നെ 56,000 എന്ന സ്ട്രൈക്ക് ഇരുവശങ്ങളിലേക്കും കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 0.68 എന്ന നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ PCR സ്ഥിതി ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിക്കി 225 നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും 1% അടുത്ത് നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. വോഡഫോൺ ഐഡിയ സുപ്രീം കോടതി 2 ആഴ്ച മുന്നേ കമ്പനിയുടെ AGR റിലീഫ് തള്ളിയിരുന്നു. അതിനെ തുടർന്ന് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഗവൺമെന്റുമായി AGR ഡ്യൂസിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങി എന്നുള്ള വാർത്ത. യെസ് ബാങ്ക് ഇന്നലെ ഏകദേശം 8% റാലി സ്റ്റോക്കിൽ രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം ഇന്നാണ് ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടുള്ള ബോർഡ് മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സലാസാർ ടെക്നോ നെറ്റ് പ്രോഫിറ്റ് 30% വളർച്ച രേഖപ്പെടുത്തി. കോൾ ഇന്ത്യ കമ്പനിയുടെ സബ്സിഡറി ഭാരത് കുക്കിംഗ് കോൾ IPOയ്ക്കായിട്ടുള്ള പേപ്പേഴ്സ് ഫയൽ ചെയ്തു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. M&M കമ്പനിയുടെ മെയ് മാസത്തെ സെയിൽസ് 17% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് ആഭ്യന്തരമായ ആവേശത്തിന്റെ ഇടിവിനെ തുടർന്ന് മെയ് മാസത്തെ സെയിൽസിൽ 9% ഇടിവ് രേഖപ്പെടുത്തി. നിവ ബൂപ്പ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായ ട്രൂ നോർത്തും നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചീഫായ കൃഷ്ണ രാമചന്ദ്രനും 10% സ്റ്റേക്ക് വിറ്റൊഴിഞ്ഞു. 1,507 കോടി രൂപ വില വരുന്ന ഷെയറുകളാണ് ഒഴിവാകുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ ഒരു 10% ഇടിവ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തി. ITC JQG ITCയിലെ സ്റ്റേക്ക് 5.4% ഉയർത്തി. യൂഗ്രോ ക്യാപിറ്റൽ കമ്പനി റൈറ്റ് ഇഷ്യൂ 400 കോടി രൂപയുടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 162 രൂപ പെർ ഷെയർ ആണ്
ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്ലോബൽ ബ്രോക്കറേജിംഗ് സ്ഥാപനമായ ബേൺസ്റ്റൈൻ കമ്പനിയുടെ ടാർഗറ്റ് പ്രൈസ് 1640 എന്ന ലെവലിലേക്ക് ഉയർത്തുക ഉണ്ടായി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.